കോളിന്റെ സിന്തസിസും സ്റ്റോറേജും റിലീസും ഡീഗ്രഡേഷനും പിന്നെ ആന്റി കോളിനെസ്റ്ററേസ് ഡ്രഗ്സിനെ കുറിച്ചൊക്കെ നമ്മളൊന്ന് നോക്കി. ഇനി നമുക്ക് വേറെ കുറച്ച് ഡ്രഗ്സിനെ കൂടെ കുറിച്ച് നോക്കാം. അപ്പം അതില് നമ്മൾ പഠിച്ചതില് ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? അപ്ടേക്ക് ഓഫ് കോളീൻ അല്ലേ? അപ്പം കോളീൻ അപ്ടേക്ക് ഇൻഹിബിറ്റ് ചെയ്യുന്ന സാധനത്തിന്റെ പേരാണ് ഹെമികോളിയം. അപ്പം ഇൻഹിബിറ്റ് കൊളീൻ അപ്ടേക്ക് ആരാണ്? ഹെമികൊളീനിയം. രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെന്തായിരുന്നു? വെസിക്കിളില് അസറ്റൈൽ കോളിൻ സ്റ്റോർ ചെയ്യണം അല്ലെ? അതിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നതാണ്, ആ പേരിൽ തന്നെയുണ്ട്, വെസാമിക്കോൾ. എന്താണ്? ഇൻഹിബിറ്റ് ദ സ്റ്റോറേജ് ഓഫ് ACH വെസിക്കിൾ. അപ്പൊ അതിന്റെ പേര് വെസാമിക്കോൾ. പിന്നെന്താണ്? പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ന്യൂറോണൽ മറ്റേ ഡീപോളറൈസേഷൻ നടക്കണം. അതിനാവശ്യമുള്ളത് ആരായിരുന്നു? സോഡിയം ഉണ്ടായിരുന്നു, പിന്നെ കാൽഷ്യം ഉണ്ടായിരുന്നു. അപ്പൊ അതിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നത്, എന്തിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നതാണ്? സോഡിയം ചാനൽസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നതാണ് സാക്സിടോക്സിൻ ആൻഡ് വേറൊരു സാധനം കൂടെ ഉണ്ട്, ടെട്രഡോടോക്സിൻ. ടോക്സിൻ. ഇത് സോഡിയം ചാനലിനെ ഇൻഹിബിറ്റ് ചെയ്യും. സോഡിയം ചാനലിനെ ഇൻഹിബിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂറോണൽ ഡീപോളറൈസേഷൻ ഉണ്ടാവും ഇല്ല? അങ്ങനെ അസിഡിക്കോൾ റിലീസ് ഉണ്ടാവത്തില്ല. അപ്പം ഈ സാധനം, ഈ സാക്സി ടോക്സിനും അത് കണക്ക് നമ്മുടെ ഈ ഇതില്ലേ, ഈ ടെട്രഡോടോക്സിൻ, ഇത് മറൈൻ ഓർഗാനിസത്തിലാണ് കാണുന്നത്. അതിൽ എസ്പെഷ്യലി നമ്മുടെ ഈ ടെട്രഡോടോക്സിൻ എന്ന് പറഞ്ഞ സാധനം പഫർ ഫിഷ് ഇല്ലേ, പഫർ ഫിഷ് എന്ന് പറഞ്ഞാൽ മറ്റേ ഇങ്ങനെ വീർത്ത് വരുന്ന സാധനം, അതാണ് അതിനകത്ത് കാണുന്നത്. ഭയങ്കര ലീതലാണ്. ഇവൻ കൈൻഡ് ഓഫ് ലൈക്ക് സൈനൈഡിനെ പോലത്തെ അത്രയും ലീതലായിട്ടൊരു സാധനമാണ് ഈ ടെട്രഡോടോക്സിൻ. പിന്നെ നമുക്ക് അപ്പൊ നമ്മളിവിടെ സോഡിയം ചാനൽ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇതിനെ കുറിച്ചായിരുന്നു? കാൽഷ്യം. കാൽഷ്യം എന്താ ഇവിടെ ചെയ്യുക? കാൽഷ്യം സാർക്കോപ്ലാസ്മിക് റെക്ടിക്കുലത്തിൽ നിന്നുണ്ടായിട്ട് കാൽഷ്യം ഈ വെസിക്കിൾസിനെ മെമ്പറൈനായിട്ടുള്ള വെസിക്കിളുമായിട്ട് ഫ്യൂസ് ചെയ്ത് അസറ്റൈൽ കോളിനെ റിലീസ് ചെയ്യും. അപ്പൊ അവിടെ ഇൻഹിബിറ്റ് ചെയ്യുന്ന സാധനം ആരാണെന്നറിയൂ? ബൊട്ടിലിനം. അപ്പം എന്താണ് ബൊട്ടിലിനം ടോക്സിൻ? എന്തിനെയാണ് ബ്ലോക്ക് ചെയ്യുന്നത്? കാൽഷ്യം ചാനൽസിനെ ബ്ലോക്ക് ചെയ്യും. ഇൻഹിബിറ്റ് calcium channels. Inhibit calcium channels. ആരാണ്? ബൊട്ടുലിനിയം ടോക്സിൻ. അപ്പൊ അതും എന്ത് ചെയ്യും? ഇപ്പൊ ഈ പറഞ്ഞതെല്ലാം അസറ്റൈൽ കോളിന്റെ റിലീസിനെ ഇൻഹിബിറ്റ് ചെയ്യും. പക്ഷേ ഒരേ ഒരു സാധനമുണ്ട്, ബ്ലാക്ക് വിഡോ സ്പൈഡർ ടോക്സിൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ബ്ലാക്ക് വിഡോ സ്പൈഡർ ടോക്സിൻ. ഇത് മാത്രം എന്താ ചെയ്യുന്നതെന്ന് അറിയോ? അസറ്റൈൽ കോളിനെ റിലീസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നതിന് പകരമായിട്ട് മാസീവായിട്ട് അസറ്റൈൽ കോളിനെ ഉണ്ടാക്കും. ഇൻക്രീസ് ACH അസറ്റൈൽ കോളിൻ പ്രൊഡക്ഷൻ. അപ്പൊ ഈ എന്തുകൊണ്ടാണ് നമ്മൾ ഇതിനെ ബ്ലാക്ക് വിഡോ സ്പൈഡർ ടോക്സിൻ എന്ന് വിളിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്പൈഡർ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇത് ആണുങ്ങളായിട്ട് അതിന്റെ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ആണിനെ എടുത്തങ്ങ് കഴിക്കും. പ്രകൃതിയിൽ പൊതുവെ ഇങ്ങനെ തന്നെ ആണല്ലോ നമ്മൾ പുവർ മെയിൽസ് വാട്ട് ടു ഡു. അപ്പം എന്തിനാണ് അങ്ങനെ കഴിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതിനകത്ത് റിച്ച് ഇൻ പ്രോട്ടീൻസ് ആണ് ഈ ആണുങ്ങൾ. അപ്പൊ അത് കഴിക്കുമ്പോഴത്തേക്കും അതിന് ജനിക്കാൻ പോകുന്ന യങ് വൺസിന് അത് ഭയങ്കര ബെനിഫിഷ്യൽ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ബ്ലാക്ക് വിഡോ സ്പൈഡർ ടോക്സിൻ പറയുന്നത്. നമ്മളിപ്പോ ഈ പഠിച്ച ഡ്രഗ്സിനകത്ത് നമുക്ക് ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ക്ലിനിക്കലി നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൊട്ടുലിനം ടോക്സിൻ മാത്രമാണ്. ബൊട്ടുലിനം ടോക്സിൻ മാത്രമാണ് നമ്മൾ ക്ലിനിക്കലി യൂസ് ചെയ്യുന്നത്. ദാണ്ട ഈ സാധനം പച്ചയാണ് എടുത്തത്, പക്ഷെ വന്നപ്പോൾ മാറിപ്പോയി. ഈ സാധനം ബൊട്ടുലിനം ടോക്സിൻ മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ബൊട്ടുലിനം ടോക്സിൻ നമ്മൾ എന്താണ് കോസ്മെറ്റിക് പർപ്പസ്, പിന്നെ മസിൽ സ്പാസം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ബൊട്ടുലിനം ടോക്സിൻ യൂസ് ചെയ്യുന്നുണ്ട്.